சின்ன சின்ன கண்ணசைவில் உன்னடிமையாகவா, செல்ல செல்ல முத்தங்களில் உன்னுயிரை வாங்கவா. லாலி லாலி நானும் துடி துடி. ஒரு யுகம் போகவா, தலை முதல் கால் வரை பணிவிடை பார்க்கவா. லாலி லாலி நானும் துடி துடி. ലാലി ലാലി നീ എൻ തുളി തുളി. എങ്ങോട്ടാ? റൂമിലോട്ട്. ചെല്ല്. ആ കൊച്ചവിടെ ഭയങ്കര സങ്കടത്തിലിരിക്കുക. നീ അതിനൊന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കേ. ശരി അച്ഛാ. എടി നീളാ, നീ കരയുവാന്ന് അച്ഛൻ പറഞ്ഞു. ഏയ് അതൊന്നുമില്ലടാ. എന്തേലും ഉണ്ടെങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞൂടെ? ഒന്നുമില്ലടാ. നീയും കേട്ടതല്ലേ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒരു ചെറിയ സങ്കടം, അത്രേ ഉള്ളൂന്നോ? ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പറഞ്ഞൂടെ? അല്ല, നിനക്ക് എന്നോട് വല്ല ദേഷ്യമുണ്ടോ? അതിന് നീ ഒന്നും ചെയ്തില്ലല്ലോ, അത് വിട്ടേക്ക്. ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് നിനക്ക് എന്നോട് ദേഷ്യമായിരിക്കുമെന്ന്. ഏയ് അങ്ങനൊന്നുമില്ലടാ. നീ എന്തായാലും താഴോട്ട് അല്ലേ, ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അമ്മയും നിന്നെ തിരക്കി. ഓ, എങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പിന്നെ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കണ്ട, ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഏയ് കുഴപ്പമില്ലടാ, എൻ്റെ അമ്മയല്ലേ, എന്നോട് ദേഷ്യം മാറി വന്നോളൂ. ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. എൻ്റെ കല്യാണം ഞാൻ എങ്ങനെയൊക്കെയാണ് വിചാരിച്ച് വെച്ചിട്ടുണ്ട്, അത് നിൻ്റെ കൂടെ. എനിക്കെന്താടി ഒരു കുഴപ്പം? ഒന്നില്ലെങ്കിലും കോളേജിൽ കാണാൻ ഏറ്റവും ലുക്കുള്ള തന്നെയല്ലേ. പിന്നെ ലുക്ക് കണ്ട പെണ്ണുങ്ങളെല്ലാം ഫ്ലർട്ടും ചെയ്ത് നടന്നിട്ട് എൻ്റെ തലയിൽ തന്നെ നീ വന്ന് പെട്ടല്ലോ. മതി ഇനി ഓവറാക്കണ്ട, വാ. ഞാനാണോ ഓവറാക്കിയത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തോന്നാ? ഞാൻ പ്രഗ്നൻ്റ് ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ അത് പ്രശ്നമാവില്ലേ? പ്രശ്നമാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എവിടെ പോടാ. അല്ല, നീ അതൊക്കെ എങ്ങനെ ഒപ്പിച്ചത്? ഞാൻ നിന്നോടൊരു പ്രഗ്നൻസി ടെസ്റ്റുമായിട്ട് വരാനല്ലേ പറഞ്ഞത്. നീ ആ റിപ്പോർട്ട് വരെ ഒപ്പിച്ചോണ്ടോ വന്നത്? അതെങ്ങനെ ഒപ്പിച്ചു? അത് പിന്നെ ഫെലിക്സ് അവിടെ അല്ലേ വർക്ക് ചെയ്യുന്നത്, ഒരു ഫേക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ആ പ്രഗ്നൻസി കിറ്റ് മാത്രമായിരുന്നെങ്കിൽ നമുക്ക് അത് തെറ്റിപ്പോയതാണെന്നും പറഞ്ഞെങ്കിലും പറയാമെന്ന്. ഇതിപ്പോൾ റിപ്പോർട്ട് വരെ ഉണ്ട്. ഞാൻ ഇനി എന്നാ ചെയ്യും? റിപ്പോർട്ടും തെറ്റായിരുന്നു എന്ന് പറയാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? ഒരൊറ്റ കുത്തു വെച്ചാന്നുണ്ടല്ലോ. നീയാണ് ഐഡിയ പറഞ്ഞു തന്നത്, പിന്നെ ഞാൻ അതിന് ഇത്രയോട് ഒറിജിനാലിറ്റി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മതി, ഇനി ഇവിടെ ഒന്നും ഒത്തിരി പറയണ്ട, ആരെങ്കിലും കേട്ടാൽ വിഷയമാവും. നിൻ്റെയൊക്കെ ജീവിതത്തിന് വേണ്ടി ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നത് ഞങ്ങളുടെ ലൈഫാടാ. എങ്ങനെ ജീവിക്കേണ്ടതെന്നറിയോ? ഞാനൊക്കെ വിചാരിച്ചത് അങ്ങ് അമേരിക്കയിൽ പോയിട്ട് നല്ല കട്ട പോലെ ആപ്സുള്ള നല്ല 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 സ്ട്രോങ് ആയിട്ടുള്ള ചെസ്റ്റ് ഉള്ളവരെ കെട്ടണമെന്നാ. ഇത് എന്തടി എനിക്കൊരു കുഴപ്പം? നീ എന്താ അങ്ങനെ ഒരു പറച്ചിൽ? ഒന്നുമില്ല, പടാ. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യുക, അത്ര തന്നെ. അതുമല്ല, നിങ്ങൾക്ക് തമ്മിൽ അറിയാവുന്നതല്ലേ, അപ്പം പിന്നെ പ്രോബ്ലം ഇല്ലല്ലോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവനെക്കുറിച്ച് എനിക്കറിയാത്തതായിട്ടൊന്നുമില്ല. ഇതുപോണൊരു ചേട്ടേനെ എൻ്റെ ജീവിതത്തിൽ കയറ്റാന്ന് പറഞ്ഞുണ്ടല്ലോ, ഞാൻ വല്ല റെയിൽവേ പാളത്തിന് തല വെക്കുന്നത് നല്ലത്. ഓ പിന്നെ പറയുന്ന കേട്ടാ നീ വലിയ നല്ല പുള്ളിയാണല്ലോ. നീ അല്ലേടി ആ കോളേജിലുള്ള അടിപിടി കേസിനൊക്കെ പോയി ചെന്ന് ചാടുന്നേ? എല്ലായിടത്തും നിന്നെ ഊരിക്കൊണ്ട് വരുന്നത് ഞാൻ. ഓ, അത് അടിപിടി കേസ്. നീയോ? നീ കണ്ട പെമ്പിളാറെ എല്ലാം പുറകെ നടന്ന് അവരുടെയൊക്കെ ചെരുപ്പടി മേടിച്ച് നാണമില്ലാത്തവൻ. രണ്ടുപേരും ഒന്ന് നിർത്തുമോ? ആരെങ്കിലും കേട്ട? മക്കളെ, നിങ്ങൾ 4 പേരോട് ഇവിടെ ഇരുന്ന് എന്താ സംസാരം? ഒന്നുമില്ല. എങ്കിൽ നിങ്ങൾ 2 പേരും റൂമിലോട്ട് ചെല്ല്. മക്കളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാം. ശരി അമ്മേ, ഞാനെന്നാ ചെല്ല്. മോളൊന്നോർത്ത് പേടിക്കണ്ട കേട്ടോ. ശരി, അവൻ കുഞ്ഞാ, പക്ഷേ യദുവിനേക്കാളും പക്വതയും നല്ല സ്നേഹമൊക്കെ ഉള്ളവനാ. ശരി അമ്മ. പറയുന്ന കേട്ടാൽ തോന്നും നീ എന്തോ അബദ്ധത്തിൽ പോയി അവനെ കല്യാണം കഴിച്ചെന്ന്. പ്ലാൻ ചെയ്തല്ലേ? എന്നെ മിണ്ടാതിരിക്കുക. വന്നല്ലോ എൻ്റെ ഭാര്യ. യാദവേ, ഞാൻ ഇതെടുത്ത് തലക്കൂടെ കമത്തും കേട്ടല്ലോ. ദേഷ്യപ്പെടാതെ വന്നിരിക്കുക. നമ്മൾ കാരണം അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു നോക്കിയേ. ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയോ? നമ്മളിങ്ങനെ ചെയ്തു വെച്ചു എന്ന് പറ. എന്തായാലും നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സമ്മതത്തോടെ നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ, അത്ര നീ ഓർത്ത് സന്തോഷിക്കുക. പോ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് മനസ്സിലാവും, പക്ഷെ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യടാ പ്ലീസ്. നമ്മളവരെ പറ്റിക്കുമല്ലേ. ഒന്നുമില്ല,
അവർ നമ്മൾ നേരിട്ട് പോയി കാര്യം പറഞ്ഞാൽ സമ്മതിക്കില്ല. അപ്പം പിന്നെ ഈ ഒരു വഴിയേ നമ്മൾ കണ്ടുള്ളൂ. ആ നീയായിരുന്നോ? നീ എന്താ ഇവിടെ? പൊന്നുമോൻ എൻ്റെ കഴുത്തിലൊരു താലി കെട്ടിയെന്ന് ഓർമ്മയുണ്ടോ? ആ ശരിയാ, കെട്ടിയായിരുന്നല്ലേ? ആ അതെ കെട്ടിയായിരുന്നു. അല്ല അതുകൊണ്ടിപ്പോൾ എന്താ? ആ ഇപ്പം സംഭവിച്ചു പോയി, നീ കയറി വാ. നീയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല എന്താ പാലൊക്കെ ആയിട്ട്? നിൻ്റെ അമ്മ തന്നു വിട്ടതാ. ആ ഞാനും എൻ്റെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെയൊക്കെ വിചാരിച്ചതാ. ഇതിപ്പോൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? അല്ല നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അല്ല നിന്നെ കാണാനേ, എന്നെ കാണാൻ ഇന്നൊരു പെണ്ണിനെ പോലെ തോന്നുന്നുണ്ടായിരുന്നു എന്ന്. ഇതാരാ രാവിലെ തന്നെ വന്ന് കൂട്ടുന്നേ? മോളെ നിള. ഉയ്യോ അമ്മയോ? നീ അവിടെ നിന്നേ. എന്താടാ നീ കാണിക്കുന്നേ? എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ നീ എന്തോ കാണിച്ചോണ്ടിരിക്കുന്നത് ചെറുക്ക. എൻ്റെ സാരി പിടിച്ച് വലിക്കാതെ പട്ടി. അമ്മേ ആ എന്താ മോളെ താഴോട്ട്? അമ്മേ എന്താ അമ്മേ? അയ്യോ ഞാൻ ഡിസ്റ്റർബ് ചെയ്തോ? നിളാ നിനക്ക് വയ്യാത്തല്ലേ? നീ എന്തിനാ പോയി കഥ തുറന്നേ? എന്നോട് പറഞ്ഞപ്പോഴായിരുന്നോ? ഞാൻ വരില്ലായിരുന്നോ? ഈ കോലം മോഡൽ. അയ്യോ മോളെ നമുക്ക് വയ്യായിരുന്നോ? ഏയ് ഇല്ലമ്മേ കുഴപ്പമൊന്നുമില്ല, അമ്മ പറഞ്ഞോ. അല്ല 9 മണിയായേ, നിങ്ങളെ രണ്ടുപേരും താഴെ കണ്ടില്ല ഭക്ഷണം കഴിക്കാൻ. ആ അമ്മ ഇപ്പം വരാം. ഇല്ല മോക്ക് വയ്യെങ്കിൽ മോള് റെസ്റ്റ് എടുക്ക്. ഇല്ലമ്മേ കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പം വരാം. ശരി നിളാ. മോളെന്തായാലും ചെല്ലാത്തോട്ടെ, അവൻ വിളിക്കുന്നുണ്ടല്ലോ. ചേടാ പൊട്ടി, നിനക്ക് എന്തിൻ്റെ കേടാ? നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? എങ്ങനെയൊക്കെ പറഞ്ഞ് നിനക്കറിയില്ലേ? ആ അറിയാം. നിന്നോട് ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെ? ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ? എന്താടാ നോക്കി പേടിപ്പിക്കുന്നേ? ഞാൻ കുളിച്ചിട്ട് വരുമ്പം അടുത്തത് കുളിക്കാനായിട്ട് റെഡി ആയിട്ട് നിന്നോ. നമുക്ക് താഴെ പോയി ഫുഡ് കഴിക്കോളാം. നീ എന്തെടി എന്നെ ഭരിക്കുന്നോ? ആ അങ്ങനെ തന്നെ കൂട്ടിക്കോ. ഏത് ഗതികെട്ട സമയത്താണോ? എന്നാ പോയി കുളിക്ക്. ആ പോവാ. ഇനി എന്തോരം തല്ല് കൊള്ളാനുണ്ടോ എന്തോ. ആ നിങ്ങൾ രണ്ടിലും വന്നോ? നോക്കിയിപ്പോൾ അങ്ങനെ ഉണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ, ഇവൻ വെറുതെ പറയുന്ന. മോനെ കണ്ണാ നിന്റെ മുഖത്തെന്ത് പറ്റടാ? അതെ നിനക്ക് എന്ത് പറ്റടാ? നെറ്റിയൊക്കെ പൊട്ടിയിരിക്കുന്നു. ഒന്നുമില്ല, കണ്ടിട്ട് അവളടുത്ത് ശരിക്കും പെരുമാറി എന്നാണ് തോന്നുന്നത്. അതെ ഒന്നും മിണ്ടണ്ട, കാണാത്ത പോലെ ഇരിക്കാം. അല്ലേലും അവൻ ഒരെണ്ണത്തിൻ്റെ കുറവുള്ള. എന്നാലും ഏട്ടാ ഇതെന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ? എന്താടാ നിനക്ക്? അല്ല മുഖത്ത് നല്ല പാടുണ്ടല്ലോ ഇവനെ കൊണ്ട്. എന്നാലും ഇതെന്ത് പറ്റിയതാ? ഈച്ച പറ്റി. പെണ്ണെ നീ നിന്റെ പ്ലേറ്റ് നോക്കിയിട്ട് ഫുഡ് കഴിക്കാൻ നോക്ക്. ഡീ ഏട്ടൻ അടി കിട്ടിയതിലിരിക്കുക, നീ ഒന്നും ചോദിക്കാൻ പോണ്ട. ശരി. അവൻ്റെ മുഖം നോക്കിക്കേ. അതെ നിങ്ങൾക്കൊക്കെ എന്താ എൻ്റെ മുഖത്ത് നോക്കിയിരുന്നാലേ ഫുഡ് ഇറങ്ങത്തുള്ളൂ. അതിനകത്തെങ്ങനെ നോക്കിയിരുന്ന് കഴിക്കാൻ നോക്ക്. ഇതെന്ത് കഷ്ടമാണ്. അതെന്തിലോട്ടെ. എടാ പിന്നെ എന്താ നിൻ്റെ ചാട്ടം കണ്ടെത്തൊന്ന് ഞാൻ എന്തോ ചെയ്തതാന്ന്? സ്വന്തമായിട്ട് മേടിച്ച് കൂട്ടിയതല്ലേ, അനുഭവിക്ക്. പന്നത്തന്ത. ഞാനതൊന്നും അല്ല പറയാൻ വന്നത്. എന്തായാലും അച്ചു വരുന്നുണ്ട്. അതിന് വെയിറ്റ്. ആര് വരുന്നുണ്ടെന്നാ? എടാ അച്ചു വരുന്നുണ്ട്. അച്ചുവോ? ആന്നേ ആള് വരുന്നുണ്ട്. ഇപ്പം തന്നെ നോക്കി ഇങ്ങോട്ട് വരണമായിരുന്നോ? എന്തേ? എനിക്ക് ഫുഡ് മതി, ഞാൻ പോവാ. അല്ല ഈ അച്ചു ആരാ? വേറെ ആരാ? ഏട്ടൻ്റെ ഫ്രണ്ടായിരുന്നു, ചൈൽഡ്ഹുഡ്. ഞാനറിയാത്തൊരു ഫ്രണ്ടോ? ആ അതെ, അവരിവിടുന്ന് പോയിട്ടൊരു 10-17 വർഷം ഒക്കെ ആയി കാണും. ഓ ഏട്ടൻ്റെ സെയിം ഏജ് ആയിരുന്നു അവൾക്ക്. ആക്ച്വലി നിങ്ങളിപ്പം താമസിക്കുന്ന വീടില്ലേ, അത് ആക്ച്വലി അവരുടെ ആയിരുന്നു. അച്ഛനാണ് നിങ്ങൾക്ക് വിറ്റത്, അവർ പറഞ്ഞിട്ടായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അല്ല അതിനെന്തിനാ ഇവനിങ്ങനെ തുള്ളിച്ചാടി പോകുന്നത്? അത് വേറൊന്നുമല്ല, ആക്ച്വലി ഇവൻ ആ കൊച്ചിനെ പണ്ട് ഇഷ്ടമായിരുന്നു. എന്താ? ആന്നേ ഇവർക്കൊരു 7-8 വയസ്സുള്ള സമയത്ത് ആ കൊച്ചിനെ ഇവൻ ഇഷ്ടമായിരുന്നു. എന്നിട്ടെന്താ? അത് കഴിഞ്ഞപ്പോൾ അവർ നാട്ടിൽ നിന്ന് പോയി. അവളൊന്നും പറഞ്ഞില്ലായിരുന്നു. ചേട്ടനത് റിജക്ഷൻ പോലെ കടന്ന് ഇങ്ങനെ ആയിപ്പോയി. ഓ അങ്ങനെയൊക്കെ ഒരു സ്റ്റോറി ഉണ്ടോ? യാ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. അറ്റ് ഏജ് ഓഫ് 8 നിരാശാകാമുകനായിരുന്നു. യാ കൈൻഡ് ഓഫ്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിന്നെ കെട്ടിയില്ലേ, ഇനി അവനെ പ്രേമിക്കാൻ പറ്റില്ലല്ലോ. അല്ല അതിനിപ്പം നീ എന്തിനോടെ പ്രേമത്തിൻ്റെ കാര്യം പറഞ്ഞേ?
ഒന്നുമില്ലെങ്കിലും ഫസ്റ്റ് ലവ് അല്ലേ, തിരിച്ചു വരുമ്പോഴത്തേന് ഇത്തിരി എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. എങ്കിൽ അവൻ്റെ അന്ത്യം എൻ്റെ കൊണ്ടാ. എന്തടി പൊസസീവ് ആണോ? ഞാനെന്തിനാ പൊസസീവ് ആവുന്നേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ പറഞ്ഞോന്നേ ഉള്ളൂ. ആരുടെയോ കാറ് വന്നിട്ടുണ്ട്. മോളെ നീള ഒന്ന് പോയാ വാതിൽ തുറന്നു നോക്കിയേ. ആമാ താ പോകുന്നു. ഇതേതാ ഈ അവതാരം? അങ്ങോട്ടൊന്ന് മാറി നിന്നേ. ഏതടി ഇവള്? ഹായ് ആന്റി. ആരാ? ആന്റിക്ക് എന്നെ മനസ്സിലായില്ല? ആന്റി, ഞാൻ അച്ചു. മോളെ നവമി നീയായിരുന്നോ? ഇതാണോ അവള്? മോളങ്ങ് ആകെ മാറിപ്പോയി. വളർന്ന് വലിയ കുട്ടിയായി, കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. ഈ നിൽക്കുന്നവൾ ആരാ? ഇവിടുത്തെ വേലക്കാരിയാണോ? വേലക്കാരി നിന്റെ നിള വേണ്ട. അവൾ ആരെ കയറി വേലക്കാരി എന്ന് വിളിച്ചു നോക്കിയേ എന്നെ. പോട്ടെ, സാരില്ല, ഒന്നുമില്ല, വിഷമിക്കാതെ. ആൻറ്റിയോട് ഞാനൊരു അഡ്വൈസ് തരാം. ഇത്രയും യങ് ആയിട്ടുള്ളൊരു ലേഡീനെ ഒരിക്കലും വേലക്കാരിയായി വെക്കരുത്. അതുമല്ല, ഇവിടെ പ്രായപൂർത്തിയായ 2 ആൺകുട്ടികളുള്ളതല്ലേ. ഇവൾ എന്ത് തേങ്ങയൊക്കെ വിളിച്ചു പറയുന്നത്? എന്നെ നീ മുറുക്കെ പിടിച്ചോ, ഇല്ലെങ്കിൽ ഇവളെ ഞാൻ കൊല്ലും. ഡോണ്ട് വറി, ഞാൻ പിടിച്ചിട്ടുണ്ട്. അയ്യോ മോളെ, അവൾ വേലക്കാരിയൊന്നുമല്ല. അതെന്തെങ്കിലും ആകട്ടെ. യദു എന്തിയേ? അവൻ്റെ റൂമിലുണ്ട്. ആണോ? എങ്കിൽ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം ആൻറ്റി. നേരെ റൂമിലോട്ടാണല്ലോ. ഇവളെ ഞാൻ കൊല്ലുവടാ. എന്നാ പോയി കൊന്നിട്ട് വാ. ഏയ് അങ്ങനെ പറഞ്ഞൂടാ, എന്നെ പിടിച്ചേ. അല്ല, ഇവളിതിപ്പോൾ എങ്ങോട്ടാ പോന്നേ? വേറെ എങ്ങോട്ടാ? നിന്റെ ഭർത്താവിൻ്റെ മുറിയിലോട്ട്. കർത്താവേ, എനിക്കിനി ക്ഷമ തരണേ. ഇവിടെ ആരുമില്ലേ? കൊണ്ടറിഞ്ഞൂടെ അവിടെ ആരും ഇല്ലെന്ന്. യദു, നീ അകത്തുണ്ടോ? ഇവളെ ഞാൻ, ഇവക്ക് വിവരമില്ലേ? റെസ്പോൺസ് ഇല്ലെങ്കിൽ തിരിച്ചു പോകാൻ ഇവക്ക് അറിഞ്ഞൂടെ? നീ വിട്, ആ കൊച്ചിന് അതിനുള്ള വിവരമില്ലെന്ന് നീ വിചാരിച്ചാൽ മതി. എന്താടി നിനക്ക്? തീണ്ടടാ, കയറിപ്പോന്ന്, പോയി പിടിച്ചോണ്ട് വാടാ. പിന്നെ ഇനി വല്ല പെണ്ണുങ്ങളും കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവളുടെ നടിയിട്ടാൻ. ഓ, ഇങ്ങനൊരു കിഴങ്ങ്. മാറി നിൽക്ക്, നമുക്ക് അവിടെ പോയി നിന്ന് നോക്കാം. എന്നാലേ അകത്തെന്താ നടക്കുന്നതെന്ന് കാണത്തുള്ളൂ. വാ. ഓ മൈ ഗോഡ്, യദു നീയാണോ ഇത്? വാട്ട് ആൻ ആബ്സ്. ഇവളെ നീ ഇത്ര ഹാൻസം ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. വാട്ട് ആൻ ആബ്സ്. നീ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തത്? വർക്കൗട്ട് ചെയ്താൽ മതി. ഇനി ഒന്ന് മാറി നിൽക്കുമോ? എനിക്ക് എൻ്റെ ഡ്രസ്സൊന്നും എടുക്കണമായിരുന്നു. എന്തിനാ യദു ഡ്രസ്സ് ഇട്ടിട്ട് ഇതൊക്കെ കാണിക്കണ്ടേ? പ്ലീസ് ഒന്ന് മാറിക്കേ. യദു, നീ ഇപ്പോഴും എന്നോട് ദേഷ്യത്തിലാണോ? എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ. എന്താന്നാ? അന്ന് ഞാൻ ഒന്നും പറയാതെ പോയത് എനിക്ക് നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല. പിന്നെ ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനപ്പം പറയാഞ്ഞത് കാരണം എന്നെ അപ്പോൾ ഡാഡി അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിന്നോട് പറഞ്ഞാൽ നിനക്ക് സങ്കടമാവില്ലേ? നീ എന്നോടത്ത് സങ്കടപ്പെടില്ലേ? അതുകൊണ്ട് ഞാൻ പറയാഞ്ഞത്. ഓ മൈ ഗോഡ്, വാട്ട് എ ട്രൂ ലവ് അല്ലേടി? ഇത് ചെറുക്ക, ഈ ജനലിൽ കൂടെ എടുത്ത് തന്നെ പുറത്ത് കളയും. നിനക്കല്ലെങ്കിലും ട്രൂ ലവിൻ്റെ വില പറഞ്ഞാൽ മനസ്സിലാവില്ല. കണ്ടില്ലേ, ഇത്ര വർഷം കഴിഞ്ഞപ്പം അവനെ കാണാനായിട്ട് അവൾ തിരിച്ചു വന്ന്. പോടാ, നിനക്ക് എൻ്റെ ചേട്ടനെ വിലയില്ലെങ്കിലും അവൾക്ക് നല്ല വിലയുണ്ടെന്നാണ് തോന്നുന്നത്. ആക്ച്വലി യദു തേടാത്തോടുന്നടാ. അതിലിപ്പം നിനക്കെന്താ? നിനക്ക് അവന് ഇഷ്ടമൊന്നും അല്ലല്ലോ, അപ്പം പിന്നെ അത് വിഷയമില്ലല്ലോ. മാറിക്കേ അങ്ങോട്ട്. ഹേയ്, ഹു ആർ യു? ഞാൻ ആരാണെങ്കിലും നിനക്കെന്താടി? യദു, ഈ വേലക്കാരിയൊക്കെ നിർത്തേണ്ട അടുത്ത് നിർത്തണം. ആരടി നിന്റെ വേലക്കാരത്തി? ഞാനോ? അതെ, നീ തന്നെയാ വേലക്കാരത്തി. കണ്ടറിഞ്ഞൂടെ? യദു, ഡിഡ് യു സീ ദിസ്? ഒരു വേലക്കാരി നിന്റെ മുന്നിൽ വെച്ചെന്നെ തള്ളി. നീ എന്താ നിള ഈ കാണിക്കുന്നേ? എന്തേ, നിനക്ക് ബുദ്ധിമുട്ടായോ? നില, നീ ഓവറാക്കുന്നുണ്ട് കേട്ടല്ലോ വന്ന്. ഞാൻ ഓവറാക്കിയോ? അവൾ നിന്റെ റൂമിൽ കയറി വരുന്നു, നിന്നെ കാണാൻ ഹാൻസം ആയിട്ടുണ്ടെന്ന് പറയുന്നു, നിന്നോട് ഫ്ലർട്ട് ചെയ്യുന്നു. എന്നിട്ട് നിനക്കൊന്നും തിരിച്ചു പറയാനില്ലേ? ഞാനെന്ത് പറയാനാ? അതെ, അഫ്കോഴ്സ് നിനക്കെന്ത് പറയാനാ? അല്ലല്ലോ, നിനക്കിതൊക്കെയാണല്ലോ ഇഷ്ടം. നീ ചുമ്മാ തുടങ്ങരുത് കേട്ടല്ലോ. ഞാൻ പറഞ്ഞതാണോ ഇപ്പം തെറ്റ്? എന്തേ, ഫസ്റ്റ് ലവ് ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ടോ? എടി, നീ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നേ? എന്നോട് അമ്പാടിയെല്ലാം പറഞ്ഞു. നിനക്കിവിടെ ഇഷ്ടമല്ലായിരുന്നോ? എന്ത്, അത് വല്ലതും തിരിച്ചു വന്നോ? അത് പോയിട്ട് വേണ്ടേ തിരിച്ചു വരാൻ? ദേ, ഓസോം പാളിക്ക് വിള്ളൽ വീണപ്പോൾ ഉണ്ടായവളെ ഇതിനകത്തെങ്ങാനും കയറി ഇടപെട്ടാ നിനക്ക് എന്താ? ഒന്നാമതേ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ. ഓ, അപ്പം ഞാനാണോ ഇപ്പം പ്രശ്നം? അങ്ങനെ ഞാൻ പറഞ്ഞോ? നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇവള് വരുമെന്ന് പറഞ്ഞപ്പം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ശരി, അങ്ങനെ തന്നെ വെച്ചോ. അതിനിപ്പം നിനക്കെന്താ? എനിക്ക് എന്തേ
ഇറങ്ങിപ്പോയോ? പോ, ഞാൻ പോവാ. ആരാ അത് ബേബി? നീ ഒന്ന് പോയി തരുമോ? എന്തായത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മനുഷ്യൻ ഒന്നാമതൊരു 100 കൂടം പ്രശ്നത്തിരിക്കുമ്പോഴാണ്. നീ ഇപ്പം പോ, നമുക്ക് പിന്നെ പിള്ളേർ സംസാരിക്കാം. യദു പോവാനാ പറഞ്ഞേ? ഫൈൻ, വാറ്റവർ. നിള, എന്താ നിനക്ക് വേണ്ടേ? നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കാതെ. ഞാൻ ദേഷ്യപ്പെട്ട നിനക്കെന്താ? നിന്റെ മറ്റവൾ വന്നിട്ടില്ലേ? എന്തായാലും നീ അവളുടെ കൊടുത്തി പൊക്കോ. അല്ല പിന്നെ നിന്നെക്കൊണ്ട് എന്തേ ബുദ്ധിമുട്ടാവുന്നുണ്ടോ? നീ അതൊക്കെ വിട്. ആക്ച്വലി ഞാൻ ഇത്ര നേരം എന്താ ആലോചിച്ചെന്നറിയോ? അവളെക്കുറിച്ചായിരിക്കും, അല്ലാതെ പിന്നെ എന്താ ആലോചിക്കാനാ നീ? അതൊന്നും അല്ല. പിന്നെന്താ? ആക്ച്വലി ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്, നീ മറ്റേ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് നമുക്ക് പൊളിക്കണ്ടേ? നിൻ്റെ ഐഡിയ അല്ലേ, നീ തന്നെ കണ്ടുപിടിക്കുക അങ്ങനെ അത് പൊളിക്കണമെന്ന്. അതിനൊരു പ്ലാനുമായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ നിന്നോട് മിണ്ടാനൊരു മൂഡിലല്ല എൻ്റെ പൊന്നു നിള. ലിസൺ, ആക്ച്വലി ഞാൻ ഇത്ര നേരം അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നത്, അല്ലാതെ അവളെപ്പറ്റിയൊന്നും അല്ല നീ വിചാരിക്കുന്ന പോലെ. വാട്ടവർ, ഇതെന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. നിള പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. സീരിയസ്ലി ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എങ്ങനെ മറ്റേ പ്രഗ്നൻസിയുടെ കേസ് ഒഴിവാക്കാമെന്ന്. എന്നിട്ട് വല്ല ഐഡിയയും കിട്ടിയോ? കിട്ടി, അത് പറയാനാണ് വന്നേ. അപ്പം നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? അപ്പം അവളോടൊന്നും ഉണ്ടായിട്ടല്ലല്ലോ? നീയാണേ സത്യം. എനിക്കങ്ങനൊന്നും അവളോടില്ല. ആടാ, ഇനി എൻ്റെ തല വെച്ച് സത്യം ചെയ്യും. എൻ്റെ തല അങ്ങ് പൊട്ടിത്തെറിച്ചു പോട്ടെ. അപ്പം നിനക്ക് സമാധാനമാവല്ലോ. അപ്പം നിനക്ക് അവളുടെ അടുത്ത് ജീവിക്കാമല്ലോ. എൻ്റെ പൊന്നു നിള, നീ എന്തൊക്കെയാണ് ഈ ആലോചിച്ച് കൂട്ടുന്നത്? നീ ഒന്ന് സമാധാനിക്കേ. ഞാൻ എൻ്റെ ഐഡിയ ഒന്ന് പറഞ്ഞോട്ടെ. നീ ഒന്ന് ഐഡിയ പറഞ്ഞാൽ ഞാനിപ്പം എന്താ നിൻ്റെ താലിയും കഴുത്തിയിട്ട് ഇവിടെ ഇരിക്കുന്നത്? എൻ്റെ ദൈവമേ, എന്നെ ഇങ്ങനെ ഉടലോടെ സ്വർഗത്തിലോട്ട് എടുക്കൂ. ശരി, നീ അതൊക്കെ വിട്. പറയാൻ വന്നത് പറ. ഓ ഫൈനലി. ശരി, ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് വല്ലതും നടക്കുമോ? മിക്കാറ് ഇന്ന് തന്നെ നിൻ്റെ അമ്മ എന്നെ കുറ്റിച്ചൂലിനടിച്ച് ഇറക്കി വിടുന്നു. ഏയ്, അങ്ങനൊന്നും നടക്കില്ല. അതെന്താ ഇത്ര ഉറപ്പ്? നീ ഈ കാര്യം ഇതേ രീതിയിൽ അങ്ങ് പറയുകയാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ നമുക്ക് ഊരിയെടുക്കാം. വല്ലതും വിശ്വസിച്ചാൽ മതിയായിരുന്നു. മോളെ നിള, നീ എന്താ അവിടെ തന്നെ നിന്നേ? ഇനി വാ. അമ്മ, ഞാൻ എന്താടാ? അത് പിന്നെ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ചെക്കപ്പ് വല്ലതും എടുക്കാൻ പോണോ? അല്ലമ്മേ, അത് പിന്നെ അത് ഈ റിപ്പോർട്ടില്ലേ, അത് എൻ്റെ അല്ല. ഇത് നിള തോമസ് എന്ന് പറയുന്നൊരു കുട്ടിയുടെ ആയിരുന്നു. അവർ മാറി തന്നതാ. ആണോ? അതെ, ആ കുട്ടിയുടെ പ്രഗ്നൻസി ടെസ്റ്റ് ആയിരുന്നു, എൻ്റെ അല്ലായിരുന്നു. അവർക്ക് ആൾ മാറിപ്പോയതാ. അയ്യോ, അല്ല അപ്പം മോളുടെയോ? ഞാൻ പ്രഗ്നൻ്റ് അല്ല, അവരിന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ. ഞാൻ വിചാരിച്ചു എന്തിനാ മോനെ ദേഷ്യപ്പെടുന്നത്? എന്തായാലും നിങ്ങളുടെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ടല്ലേ നീ അവൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പം പിന്നെ എന്തായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു. അതുമല്ല, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നീ ഇത് നിൻ്റെ അമ്മയോടൊന്ന് വിളിച്ച് പറഞ്ഞേക്ക്. അവരും നല്ല ദേഷ്യത്തിലല്ലായിരുന്നു ഇതിൻ്റെ പേരിൽ. കാര്യം അറിയുമ്പോൾ അവർക്ക് ഇത്തിരി ഇതാവും. ശരി അമ്മ. അമ്മയ്ക്ക് ദേഷ്യമൊന്നും ഇല്ലല്ലോ? ഇല്ലടാ, നിൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ. റിസൾട്ട് മാറിപ്പോയതല്ലേ, കുഴപ്പമില്ല, നീ ചെല്ല്. ശരി അമ്മ. എന്നാ പറഞ്ഞു? എന്നാ പറയാൻ? ആ അമ്മ ഒരു പാവമായതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. ഇപ്പം എൻ്റെ അമ്മ എങ്ങാനും ആയിരിക്കണം എന്നെ കാലവാരി എറിഞ്ഞാനെ. അല്ല, ഇനിയിപ്പം ഞാനിത് എൻ്റെ തലയോട് എങ്ങനെ പറയും? ആവോ, അത് നിൻ്റെ കയ്യില്ല. ശരി, നിൻ്റെ അമ്മയോട് ഞാൻ പറയണോ എൻ്റെ അമ്മയോട് ഞാൻ പറയണമെന്നോ? നീ അതൊക്കെ വിട്. ഇത് കണ്ടോ, ഇതെന്താ സംഭവം? മറ്റേ റീയൂണിയൻ, കോളേജ് റീയൂണിയനോ? അതേന്നെ, ഇന്ന് രാത്രിയാ. നമുക്ക് പോയാലോ? ഞാനങ്ങും ഇല്ല. എടി പോടി, നീ ഇല്ലാണ്ട് എങ്ങനെയാ ഞാൻ പോണേ? അതെന്താ ഞാൻ ഇല്ലാതെ പോയാ? അവിടെ നിൻ്റെ മറ്റേ ക്രഷ് കാണുമല്ലോ, മിയ. ദേ, നീ വന്നില്ലേ ഞാനും പോകുന്നില്ലെന്നാ. എങ്കിൽ ശരി, രണ്ടുപേരും പോകണ്ട. അപ്പം പ്രശ്നം തീർന്നില്ലേ? അടി വാടി പ്ലീസ്. നല്ല രസമായിരിക്കും എടി. നിനക്കറിയാലോ നീ ഇല്ല ഞാൻ എങ്ങും അങ്ങനെ പോവാറില്ലെന്ന്. നീ വന്നേ പറ്റുള്ളൂ പ്ലീസ്. ശരി, വരാം. രണ്ടുപേരും എന്താ അവിടെ നിൽക്കുന്നേ? എന്തെങ്കിലും ഉണ്ടോ? അത് പിന്നെ അമ്മ. എന്താടാ? അല്ല, ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഒന്ന് പുറത്ത് പോകണമായിരുന്നു. എന്തേ? അല്ല, ഒരു നൈറ്റ് ഔട്ട് പോലെ. കുറേ നാളായില്ലേ പുറത്ത് പോയിട്ട്, അതാ. ശരി, പോയിട്ട് വാ. ശരിക്കും? ആടാ, നിങ്ങളിപ്പം കല്യാണം കഴിച്ചില്ലേ? ഒരുമിച്ച് പോകുന്നതിന് ഞാനെന്ത് പറയാനാ? താങ്ക് യു അമ്മ. നീ എന്താടി സമ്മതിച്ചേ? പണ്ടായിരുന്നെങ്കിൽ ഇവർ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പം പിന്നെ ഇവർ ഒരുമിച്ച് പോവാന്ന് പറഞ്ഞാൽ മോശം പരിപാടിയല്ലേ. ഇപ്പം അവർ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ അവർ രാത്രി ഒരുമിച്ച് പോയാലും പ്രശ്നമൊന്നുമില്ലല്ലോ.
ഓ അങ്ങനെ. അവരെ രണ്ടുപേരും ഒരുമിച്ചാണ്, നല്ല ഭംഗിയുണ്ടല്ലേ. പണ്ടോട്ട് നിനക്ക് ഇതല്ലായിരുന്നു ആഗ്രഹം. അവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാണ്, ഇത് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് നീ മിണ്ടാണ്ടിരുന്നു. ഇല്ലെങ്കിൽ ഈ കല്യാണം പണ്ടേ നടക്കണ്ടല്ലേ. എന്നാലും ഇവർ ഇതൊക്കെ ഒപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനും